ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പെട്ടി നിറയെ കാശ. ഇത് നിങ്ങൾക്ക് 4 പേർ കൂടി വീതിച്ചെടുക്കാം. പ്രതാപവർമ്മയുടെ ശവപ്പെട്ടിക്കുള്ള അടിയും അതിലടിക്കാനുള്ള ആണിയും ഞാൻ എപ്പോഴേ റെഡിയാക്കി കഴിഞ്ഞു. രാമരാവണ യുദ്ധത്തിൽ വിഭീഷണൻ ന്യായവാദം നിരത്തി രാമന്റെ പക്ഷം ചേർന്നതുപോലെ പരസ്യമായിട്ട് തൽക്കാലം അതൊന്നും വേണ്ട. ഇപ്പൊ നമുക്ക് ഗാലറിയിലിരിക്കാം. അവിടെ ഇരുന്ന് ഗ്രൗണ്ടിലേക്ക് നോക്കി കളി ആസ്വദിച്ച് ഈ ഗെയിം കാണാം. അത് മതി. കഴിക്കടോ. കൊള്ളാം. ഞാൻ DNBയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയതാ ഈ കാണുന്നതിൽ പലതും. അതൊക്കെ നാട്ടിൽ പാട്ടല്ലേ സാർ? എന്നാൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി പറഞ്ഞോ? എന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ നോക്കിയോ? അതിന് ധൈര്യമുള്ളവരൊന്നും അന്ന് പാർട്ടിയിൽ ഇല്ലായിരുന്നല്ലോ സാറേ. ഇല്ലായിരുന്നതും എനിക്കെതിരെ തിരിയാതിരുന്നതും എന്തുകൊണ്ടാ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇല്ല. ഞാൻ കക്കും. അതില് നല്ലൊരു ഓഹരി ഞാൻ എടുത്തിട്ട് ബാക്കി എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ വീതിച്ചു കൊടുക്കും. പിന്നെ എതിര് പറയുന്ന എന്തിനാ? അത് ശരിയാ. അക്കാലത്ത് എന്റെ കൂടെ ഉറച്ചു നിന്നവരായിരുന്നു മാരായിമുട്ടം മധു, PK പൊന്നപ്പൻ, ഈ ഇരുമ്പനം തോമസ്. അവരൊക്കെ മരിച്ചു പോയില്ലേ സാറേ? മരിച്ചു പോയെങ്കിലും കോടീശ്വരന്മാരായിട്ടല്ലേ മരിച്ചത്. 3 പേരും തെരുവിൽ ഇങ്ങനെ തേരാപാരാ നടന്നവരാ. ചെറു ബീഡി പോലും വലിക്കാൻ കയ്യിൽ 5 പൈസ ഇല്ലാതെ. മരിക്കുമ്പോ പക്ഷേ 3 പേരും നല്ല കാശുകാരായിരുന്നു. അതെ, അത് എന്നോട് കൂടി ഒട്ടി നിന്നതുകൊണ്ടുള്ള കാശ. പാർട്ടി നേതാവായി നിന്നതുകൊണ്ട് അതിസുന്ദരമായി അഴിമതി കാണിക്കാം. കക്കുന്നത് കണ്ടുപിടിക്കപ്പെടരുത്. അതിന് കാഞ്ഞ ബുദ്ധി വേണം. നാട് നന്നാക്കാൻ ഇറങ്ങുന്നവന്റെ വീട് ആദ്യം നന്നാക്കണം. നാട് തനിയെ നന്നായിക്കോളൂടോ. പൊതുജനങ്ങൾ എങ്ങനെ ജീവിച്ചാൽ നമുക്കെന്താ? 10 കാശുണ്ടാക്കണം, അല്ലാതെ എന്തോന്ന് രാഷ്ട്രീയം. ആ പ്രതാപവർമ്മ പാർട്ടിയിൽ സജീവമായതോടെയാണ് ആകെ പ്രശ്നമായത് അല്ലേ സാറേ? അതെ, അവൻ അഴിമതി രഹിത രാഷ്ട്രീയക്കാരനല്ലേ, ആദർശ രാഷ്ട്രീയക്കാരൻ. അവന് കാശ് കട്ടെടുക്കേണ്ട കാര്യമില്ലല്ലോ. സൂര്യമംഗലം കോവിലകത്തെ സ്വത്ത് മുഴുവൻ ഇവന്റെ കയ്യിലല്ലേ. അയാളുടെ ഭാര്യ അയാൾ ഇട്ടേച്ച് പോയില്ലേ? ഇട്ടേച്ച് പോയതൊന്നും അല്ല. അവൾ ഇവന്റെ ഭാര്യയായി ഇരിക്കുമ്പോ വേറൊരുത്തന്റെ കാമുകയായിരുന്നു. വർമ്മയ്ക്കൊരു മോളില്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആ കൊച്ചുണ്ടല്ലോ, ഇവന്റെ അല്ല. പക്ഷേ വർമ്മ ബുദ്ധിമാനാ. തന്റെ അല്ലെങ്കിലും അവനാ കൊച്ചിനെ അവന്റെ മകളെ പോലെ അങ്ങ് വളർത്തി. അതാണ് ഉഗ്രം ബുദ്ധി. സൂര്യമംഗലത്തെ സ്വത്ത് മുഴുവൻ ഈ കുട്ടിയുടെ പേര് പറഞ്ഞ് തട്ടിയെടുക്കാലോ. ആ മകളെ ഒരു ഡ്രൈവറിന്റെ മകന്റെ തലയിൽ ഇവൻ ബുദ്ധിപൂർവം വച്ചുകൊടുത്തു. ഇവൻ എന്ത് കാണിച്ചാലും ആ ചെറുക്കം മിണ്ടില്ല. ഈ വർമ്മയെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അവന് എന്റെ നമ്പർ 1 ശത്രു. അവൻ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ 10 പൈസയുടെ അഴിമതി നടത്താൻ അവൻ സമ്മതിക്കില്ല. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്ത് വേണമെന്ന് സാറിങ്ങോട്ട് പറഞ്ഞാ മതി. Take it.
പെട്ടി നിറയെ കാശ. ഇത് നിങ്ങൾക്ക് 4 പേർ കൂടി വീതിച്ചെടുക്കാം. ഈ നിമിഷം മുതല് നിങ്ങൾ എന്റെ കൂടെ ഉറച്ചു നിൽക്കണം. ഞങ്ങള് കൂടെ ഉണ്ട്, ഉറപ്പ്. മാത്രമല്ല ഞങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാവരെയും സാറിന്റെ പിന്നിൽ അണിനിരത്തും. താങ്ക് യു വെരി മച്ച്. എന്നാ ശരി, നമുക്ക് കാണാം. ഓക്കെ. പ്രതാപവർമ്മയുടെ ശവപ്പെട്ടിക്കുള്ള അടിയും അതിലടിക്കാനുള്ള ആണിയും ഞാൻ എപ്പോഴേ റെഡിയാക്കി കഴിഞ്ഞു. The landlord say you're in his way. You may have to leave the game. Don't worry. Be happy. Don't worry. ഇതാ പാഷാണം കൊച്ചമണിയുടെ സാരിയല്ലേ? പാഷാണം കൊച്ചമണിയോ? ആ, എന്റെ തങ്കപ്പെട്ട അമ്മായിയമ്മ. അവരുടെ സാരിയൊക്കെ അമ്മ എന്തിനാ എടുത്തോണ്ട് വരുന്നേ? എന്ത് വിഷമാണെങ്കിലും പ്രായമുള്ളൊരു സ്ത്രീയല്ലേ മോളെ, ചെയ്തു കൊടുത്തേക്കാന്ന് കരുതി. പ്രായമുള്ളവരുടെ പണി വല്ലതുമാണോ അവര് ചെയ്യുന്നേ? 81 വയസ്സായെന്ന് പറയുന്നു, പക്ഷെ നടക്കുന്നത് 18-കാരിയായിട്ട്. അത് നിനക്ക് അവരോടുള്ള ദേഷ്യം വെച്ച് വയസ്സിന് കൂട്ടി പറയുന്നതല്ലേ? എന്തായാലും അവർക്ക് 81 വയസ്സൊന്നും ആയിട്ടില്ല. അവരുടെ ഡ്രസ്സൊന്നും അമ്മ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അല്ല, നിന്റെ അച്ഛനെ ആങ്ങളെയും നാത്തും കൊച്ചിനൊന്നും കാണുന്നില്ലല്ലോ. 3 പേരും കൂടെ എവിടെ പോയതാ? ആ, വല്ല ടൂറിനും പോയതായിരിക്കും. ആഹാ, ടൂറിനോ? നിന്റെ അച്ഛനോ? രാജുവും ഋതുമോളും പോയെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കും. പക്ഷെ നിന്റെ അച്ഛൻ എന്നെ കൂടാതെ എങ്ങോട്ടും പോയില്ല. ഒരിടത്തുനിന്ന് പച്ചവെള്ളം കുടിക്കുകയില്ല, ഒരു ചായക്കടയിൽ പോലും കേറുകയില്ല. ഓ, ഒരു അച്ഛൻ സ്തുതി. സത്യം പറ, നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നോ? ഓടിയോടുന്നു. കല്യാണാലോചനയുമായി വേറൊരു പെണ്ണിനെ കാണാമെന്നതാ നിന്റെ അച്ഛൻ. എന്റെ കൂട്ടുകാരി ഒരു ഭാമ. അവള് പിഷാരി കോവില് തെയ്യം കാണാൻ പോവായിരുന്നു. അവളെ കാണാൻ മൂപ്പര് പിഷാരി കോവില് വന്നു. കണ്ടത് തൊഴിൽ നിൽക്കുന്ന എന്നെയാ. അകലേ നോവിനാലേ